സുഹൃത്തുക്കളെ, എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ. ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ക്ഷണം. ഒരു കഥാകാരൻ അയാളുടെ കഥയിൽ അവതരിപ്പിക്കുകയാണ് ഒരു മനുഷ്യൻ്റെ രണ്ട് സന്ദർഭങ്ങൾ. ഒരു മനുഷ്യൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുകയാണ്. അയാൾ ഉറക്കത്തിലേക്ക് ആണ്ടുപോയപ്പോൾ ഒരു പാമ്പ് അയാളുടെ കാലിലേക്ക് വന്ന് കൊത്തുകയുണ്ടായി. ഉറക്കത്തിൽ നിന്ന് അയാൾ എണീറ്റപ്പോൾ അയാൾ കാണുന്നത് മാളത്തിലേക്ക് ഒരു എലി ഇഴഞ്ഞു പോകുന്നതാണ് അയാൾ കാണുന്നത്. പെട്ടെന്ന് അയാൾ കുറച്ച് കാട്ടുവള്ളികളും ചെടികളും ഒക്കെ പറിച്ച് അയാൾ അതിനെ ഒന്ന് പിഴിഞ്ഞ് കാലിലേക്ക് തേച്ചു. ആ കഥാകാരൻ അവതരിപ്പിക്കുന്നത് പ്രതിസന്ധികളൊന്നുമില്ലാതെ അയാൾ ദീർഘകാലം ജീവിച്ചു. മറ്റൊരു മനുഷ്യൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് ഉറക്കത്തിലേക്ക് ആണ്ടുപോയപ്പോൾ ഒരു എലി വന്ന് അയാളുടെ കാലിലേക്ക് കടിക്കുകയുണ്ടായി. പെട്ടെന്ന് അയാൾ ചാടി എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിൽ നിന്ന് അയാൾ എണീക്കുമ്പോൾ കാണുന്നത് മാളത്തിലേക്ക് ഒരു പാമ്പ് ഇഴഞ്ഞു പോകുന്നതായിട്ടാണ് അയാൾ കാണുന്നത്. സത്യത്തിൽ അയാളെ കടിച്ചത് ഒരു എലിയായിരുന്നു. അയാളുടെ മനസ്സിൽ കരുതി, എന്നെ കടിച്ചത് ഈ പാമ്പാണ് എന്ന കാര്യം ആലോചിച്ചിട്ട് വെപ്രാളപ്പെട്ടുകൊണ്ട് മാനസികമായി വല്ലാതെ അസ്വസ്ഥമായിക്കൊണ്ട് അയാൾ മരണത്തിന് കീഴടങ്ങിയെന്ന് ആ കഥാകാരൻ ആ കഥയിലൂടെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്ന വിഷയത്തിൻ്റെ ആമുഖമായി ഈ ചിത്രം നിങ്ങളുടെ മുന്നിൽ വെച്ചത്, ഇന്ന് മനുഷ്യരിൽ ഒരു വലിയ ശതമാനം മനുഷ്യർ ഭയത്തിലും ഉത്കണ്ഠയിലുമാണ്. അടുത്ത ആഴ്ച ഡോക്ടർ പറഞ്ഞു, ചൊവ്വാഴ്ച ഒരു സർജറി ഉണ്ട്, തിങ്കളാഴ്ച നിങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകണം. 3-4 ദിവസങ്ങൾക്ക് മുമ്പേ ഒരു വല്ലാത്ത ഭയപ്പാട്, ഒരു നെഞ്ചിടിപ്പ്, ഇടയ്ക്കിടയ്ക്ക് ഹൃദയത്തിൽ എന്തോ പടർന്ന് കത്തുന്നത് പോലുള്ള ഒരു ഭയാനകമായ അവസ്ഥ. ഞാൻ മരിച്ചു പോകുമോ എന്ന വല്ലാത്ത ഭയപ്പാട്. 55 വയസ്സായി. എൻ്റെ പ്രായത്തിൽ ഉള്ള പലരും വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് മരണപ്പെടുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ കൊണ്ട് പ്രതിസന്ധിയിലാകിപ്പോകുമോ എന്ന വല്ലാത്ത ഉത്ഭയം, അനാവശ്യമായ ഒരു ഭയം. അതുമല്ലെങ്കിൽ നാളെ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ട്. 2-3 പ്രാവശ്യം ടെസ്റ്റിൽ നമ്മൾ പരാജയപ്പെട്ടു. കാരണം വണ്ടി ഓടിക്കാൻ അറിയാഞ്ഞിട്ടല്ല. ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് വണ്ടി എടുക്കുമ്പോൾ ഇല്ലാത്തൊരു നെഞ്ചിടിപ്പും ഭയപ്പാടോടും കൂടി അവിടെ വച്ചിരിക്കുന്ന കമ്പിയിലേക്ക് തട്ടിയിട്ട് നിങ്ങൾ ടെസ്റ്റ് ഫെയിലായി എന്ന് പറഞ്ഞുകൊണ്ട് സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോകുന്ന 2-3 അവസ്ഥ. നാളെ ഞാൻ അങ്ങനെ തോറ്റുപോകുമോ എന്നൊരു ഭയപ്പാട്. അതുമല്ലെങ്കിൽ ഒരു വർഷക്കാലം 11 മാസക്കാലം നിരന്തരം പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചിട്ട് തിങ്കളാഴ്ച മുതൽ എക്സാമാണെന്ന് വരുമ്പോൾ പരീക്ഷാ ഹാളിലേക്ക് ക്വസ്റ്റ്യൻ കിട്ടുന്നതിനെക്കുറിച്ച്, ആ ക്വസ്റ്റ്യനിൽ അറിയാത്ത അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ട്, അതിൻ്റെ വല്ലാത്ത ഭയപ്പാടുകളെ കുറിച്ച് ചിന്തിച്ചിട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അഗ്നിജ്വാല കത്തുന്നതുപോലെ, തൊണ്ട വരളുന്നതുപോലെ ഭയപ്പാടിൻ്റെ വല്ലാത്ത അവസ്ഥകളാണ്. എന്നാൽ ചിലർക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് വല്ലാത്ത നെഞ്ചിടിപ്പും തൊണ്ട വരണ്ടു പോകുന്ന അവസ്ഥയും ടോയ്ലറ്റിലേക്ക് പോകേണ്ട അവസ്ഥയും ഒക്കെ സംഭവിക്കാറുണ്ട്. എന്തൊക്കെയോ അനാവശ്യമായ ഭയം. സത്യത്തിൽ ജീവിതത്തിൽ പലതിനോടുമുള്ള ഭയം. രാത്രിയെ ഭയമാണ്, ലൈറ്റ് ഭയമാണ്. മകളെ സന്തോഷത്തോട് വിവാഹം ദിനത്തിൽ പോലും എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി മകളെ വിവാഹം ചെയ്ത് പറഞ്ഞയക്കുമ്പോൾ എൻ്റെ മകൾക്ക് വല്ലതും സംഭവിക്കുമോ എന്നുള്ള ഭയപ്പാട്. അതുപോലെ തന്നെ നിരവധി ഭയപ്പാടുകൾ. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ് ലൈസൻസ് കിട്ടി, എങ്കിലും വണ്ടിയെടുത്ത് റോഡിലേക്ക് യാത്ര ചെയ്യാൻ പേടി. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ഭയം 2 വിധമുണ്ട്. അതിലൊന്നാമത്തത് നമുക്കാവശ്യമുള്ള ഭയമാണ്. കാരണം ആ ഭയം നമ്മുടെ ഹൃദയത്തിലുള്ളത് കൊണ്ടാണ് ആയുരാരോഗ്യത്തോടു കൂടി നമ്മുടെ ആരോഗ്യത്തെ സംരക്ഷിച്ചുകൊണ്ട്
മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട്, അതുപോലെ മരുന്നും വേണ്ടുന്ന ചികിത്സകളും ശ്രദ്ധിച്ചുകൊണ്ട് ഈ ശരീരം തകർന്നും തളർന്നും പോകാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. രണ്ടാമത്, ഈ ഭയം മറ്റൊരു അനുഗ്രഹമെന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ മനസ്സമാധാനത്തോടെ മനഃശാന്തിയോടെ നാം കിടന്നുറങ്ങുന്നതിൻ്റെ കാരണം നമ്മുടെ സർക്കാരും നിയമപാലകരും ഏർപ്പെടുത്തിയിട്ടുള്ള ക്രമസമാധാനം. അതുകൊണ്ടാണ് നാം നമ്മുടെ വീടുകളിൽ ഭയപ്പാടില്ലാതെ ഉറങ്ങുന്നത്. എന്നാൽ അനാവശ്യമായ ഭയത്തെക്കുറിച്ചാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു 1.5 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടി അമ്മ തറയിൽ ഒരു ഭാഗത്തേക്ക് കിടത്തിയിട്ട് അമ്മ പുറത്തേക്ക് പോയിരിക്കുന്നു. ഇതിനിടയിൽ ഒരു പാമ്പ് ഇഴഞ്ഞു വരുമ്പോൾ ആ പാമ്പിനെ കുറിച്ചറിയാത്ത ആ 1.5 വയസ്സുകാരൻ ആ പാമ്പിനെ കൈകൊണ്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. കാരണം ആ കുട്ടിക്ക് അറിയില്ല എന്താണ് എന്നുള്ളത്. എന്നാൽ ഒരു 4 വയസ്സ് കഴിഞ്ഞാൽ ഒരു പാമ്പിനെ കാണുമ്പോൾ ആ കുട്ടി ഡൈവ് ചെയ്ത് അമ്മയെ കെട്ടിപ്പിടിച്ച് വല്ലാത്ത ഭയപ്പാടിലേക്ക് വരുന്നത് കാണാം. കാരണം ആ കുട്ടിയുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ ഭയപ്പാടുകൾ നിറച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഊച്ചാണ്ടി വരും, ഇന്നയാൾ പിടിച്ചുകൊണ്ടു പോകും, ഇന്ന ജനലിലേക്ക് നീ തൂങ്ങരുത്, താഴെ വീണും മരിച്ചു പോകും. ഇങ്ങനെയുള്ള ഭയപ്പാടിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാരിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും കുട്ടി കേൾക്കുന്നത് യക്ഷിയുടെയും പ്രേതത്തിൻ്റെയും ഒക്കെ ഇല്ലാത്ത കഥകൾ അവരുടെ മനസ്സിലേക്ക് നിറക്കപ്പെട്ടുകൊണ്ട് ഇല്ലാത്ത ഒരു ഉത്ഭയം മനുഷ്യരുടെ മനസ്സുകളിൽ ഇത്തരം നെഗറ്റീവായ ചിന്തകളുമായി യാത്ര ചെയ്യുന്നവരുടെ മനസ്സുകളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാം ചിന്തിക്കേണ്ടത്, ഒരു ക്യാൻസറിനെ കുറിച്ച് അറിയാത്ത ഒരു മനുഷ്യൻ അതിൻ്റെ 4ാം സ്റ്റേജായിട്ടും അയാൾ അറിയുന്നില്ല. എന്നാൽ ആ രോഗത്തെക്കുറിച്ച് പഠിച്ച അതിവിദഗ്ധനായ ഒരു ക്യാൻസർ ചികിത്സിക്കുന്ന ഒരു ഡോക്ടറാണെങ്കിൽ അതിൻ്റെ പ്രാരംഭ ലക്ഷണത്തിൽ തന്നെ അതിനെ തിരിച്ചറിയുകയും അതിൻ്റെ ഭയപ്പാടുകൾ അയാൾ ഉണ്ടാവുകയും അതിൽ നിന്ന് അയാൾ സുരക്ഷിതമാവുകയും ചെയ്യാൻ കഴിയും. എന്നാൽ നാം ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ ഭയപ്പെട്ടിരുന്ന പലതും പിന്നീട് നാം മനസ്സിലാക്കുന്നു അത് ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ലായിരുന്നു. നമ്മുടെ ഹൃദയത്തിൽ ഇല്ലാത്ത ഒരു ഉത്കണ്ഠയും ഭയപ്പാടും നമ്മുടെ കുട്ടിക്കാലങ്ങളിൽ നിന്ന്, നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന്, സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന്, ഭയം നിറയ്ക്കുന്ന വർത്തമാനങ്ങളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. ആ തെറ്റിദ്ധാരണ തിരുത്തുവാനും നമ്മുടെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എന്തിനാണ് മരണത്തെക്കുറിച്ചുള്ള ഉത്ഭയം? ഈ ലോകത്ത് ജനിച്ചവരൊക്കെയും ഒരു നാൾ മരണപ്പെട്ടു പോകുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു ഘടികാരത്തിൻ്റെ സൂചി കറങ്ങി വരുന്നത് പോലെ നാമും ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകേണ്ടി വരും. വെറുതെ നാം മരണപ്പെട്ടു പോകാതെ നാം ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോഴും നമ്മെക്കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ളവർ, നമ്മുടെ മക്കൾ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ ബന്ധുജനങ്ങൾ നന്മ നിറഞ്ഞ ഒരു മനുഷ്യനാണ് വിട പറഞ്ഞത് എന്ന് നമ്മെക്കുറിച്ച് പറയണം. മരണത്തെക്കുറിച്ചുള്ള ഭയപ്പാടല്ല വേണ്ടത്. മരിക്കുന്നതിനു മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രമാകാതെ അച്ഛനുടെയും അമ്മയുടെയും സഹോദരിയുടെയും കുടുംബത്തിൻ്റെയും മറ്റു ജനങ്ങളുടെയും പ്രയാസമനുഭവിക്കുന്നവരുടെയും സമസൃഷ്ടികളോടും സഹജീവികളോടും നാം പാലിക്കേണ്ട മര്യാദകൾ, അവരോടുള്ള കാരുണ്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇത്തരം ഭയപ്പാടുകളിൽ നിന്ന് മാറാൻ രാത്രി 12-1 മണിയായിട്ടും ഉറങ്ങാതെ സാമൂഹ്യ മാധ്യമങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നവർ, ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ ടൗണുകളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നൈറ്റ് ലൈഫാണ്. രാത്രി നേരത്തെ ഉറങ്ങാനും അതിരാവിലെ നേരത്തെ ഉറക്കം എഴുന്നേൽക്കുവാനും പ്രാഥമികമായ കൃത്യങ്ങൾ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ധ്യാനത്തിലും പ്രാർത്ഥനയിലും മുഴുകുവാനും ബ്രീത്തിങ് എക്സസൈസുകൾ ചെയ്യുവാനും ഒരു വലിയ ആത്മവിശ്വാസത്തോടെയും ആത്മചൈതന്യത്തോടെയും പ്രതീക്ഷയോടും കൂടി ഓരോ ദിവസത്തെയും വരവേൽക്കുകയും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെ സന്തോഷത്തോടെ ചങ്കൂറ്റത്തോടുകൂടി നേരിടാൻ നമുക്ക് കഴിയണം. മാത്രമല്ല, ഭയപ്പാടുകൾ മാറിയിട്ട് എനിക്ക് ഒരു സ്റ്റേജിലൊന്നൊരു പ്രസംഗിക്കണം അല്ലെങ്കിൽ ഒരു പ്രഭാഷണം നടത്തണം എന്ന് പറയുമ്പോഴേക്ക്, ഒരു 2 വാക്ക് പറയണമെന്ന് പറയുമ്പോഴേക്ക് വിറച്ചു പോകാതെ നമ്മുടെ മനസ്സിനെ പറഞ്ഞു ധരിപ്പിക്കണം. ഭയക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്ത ഭയപ്പാടുകൾ നമ്മെ രോഗികളാക്കും. രോഗം വലിയ പതനങ്ങളിലേക്ക് നമ്മെ കൊണ്ടുപോകും.
അതിൽ നിന്ന് മാറി ആത്മവിശ്വാസത്തോടെ മനുഷ്യരുമായി സഹവസിച്ചും സഹായിച്ചും നല്ല മനുഷ്യനായി ജീവിച്ച് ഒരു നല്ല മനുഷ്യനായി സമൂഹത്തിൽ യത്നിച്ച് മനുഷ്യർക്ക് വേണ്ടുന്ന സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ഉൾഭയത്തെ നീക്കം ചെയ്തുകൊണ്ട് ശുഭപ്രതീക്ഷയോടെ ഓരോ ദിവസങ്ങളെയും വരവേൽക്കാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.